മഹാരാഷ്ട്രയിലെ ഞെട്ടിക്കുന്ന വാർത്തയിലേക്കാണ് ഇനി. വിദർഭയിലെ സർക്കാർ വനിതാ ഹോസ്റ്റലിൽ 18-കാരിയെ ബലാത്സംഗം ചെയ്ത ശേഷം കഴുത്തു ഞെരിച്ചു കൊന്നു. ഹോസ്റ്റലിന്റെ 4-ാം നിലയിലെ മുറിയിൽ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോഴാണ് അരുംകൊല. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തി. സൗത്ത് മുംബൈയിലെ സർക്കാർ ഹോസ്റ്റലിലാണ് ദാരുണമായ സംഭവം. പോളിടെക്നിക് 2-ാം വർഷ വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ടത്. അകോല സ്വദേശിയാണ് ഈ 18-കാരി. കോളേജ് അവധിയായതിനാൽ 4-ാം നിലയിലുണ്ടായിരുന്ന സഹപാഠികളിൽ പലരും വീടുകളിലേക്ക് പോയിരുന്നു. പെൺകുട്ടി തനിച്ചായിരുന്നു രാത്രി മുറിയിലുണ്ടായിരുന്നത്. പെൺകുട്ടിയെ പുറത്തു കാണാതായതോടെ സുഹൃത്തുക്കൾ അന്വേഷിച്ചു ചെന്നപ്പോൾ മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് ജനാലയിൽ കൂടി നോക്കിയപ്പോഴാണ് 2 കട്ടിലുകൾക്കിടയിൽ മൃതദേഹം കണ്ടത്. നഗ്നമായ ശരീരത്തിനടുത്തു നിന്ന് ദുപ്പട്ട കണ്ടെടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. CCTV പരിശോധിച്ചതിൽ നിന്നാണ് അന്വേഷണം സെക്യൂരിറ്റി ജീവനക്കാരനിലേക്ക് എത്തുന്നത്. പുലർച്ചെ 4:55ഓടെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രകാശ് കനോജി 4-ാം നിലയിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. പിന്നീട് ഇവിടെ നിന്നിറങ്ങിയ ഇയാൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോയി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ജീവനൊടുക്കിയതാണെന്ന് വ്യക്തമായത്. സെക്യൂരിറ്റി ജീവനക്കാരൻ പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതിനെപ്പറ്റി നേരത്തെ വാർഡിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. 8 तारीख का रजिस्ट्रेशन, 6 तारीख को हमको फ़ोन ही नहीं उठाया बच्ची ने. सुबह 6 बजे से मेरे को सब रोज़ मुझे 8 बजे फ़ोन लगाती मेरी बच्ची और मुझे पूछती पप्पा चाय पिए क्या, पप्पा नाश्ता किया क्या. मुझे रोज़ फ़ोन लगाती है. 6 तारीख को मुझे फ़ोन नहीं आया उसका. मैं फ़ोन की राह देखते रहा. फ़ोन लगाते लगाते मुझे 3 बज गए. आखिरकार मैंने हॉस्टल में फ़ोन लगाया तो उसके सहेली ने बताया कि उसके रूम को बाहर से ताला है. मैंने बोला भाई बाहर से ताला, तो मेरी लड़की गई कहाँ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 മുംബൈ.